Good afternoon, all. Good afternoon, Miss. Okay. നമ്മള് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നിർത്തിയത് എന്തായിരുന്നു? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരെയല്ലേ? എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ആണോ? ഓക്കെ, ഇവിടം വരെയാണോ എടുത്തത് ലാസ്റ്റ് ക്ലാസ്സിൽ? അല്ലെ? ഓക്കെ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ ആണ്. ഓക്കെ, സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും? ക്യാമറ ഓണിലുള്ളത്. ഓക്കെ, സെലക്ഷൻ ഡിസിഷൻ എങ്ങനെയെല്ലാം എടുക്കാം എന്നുള്ളതാണ് ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് 4 രീതിയിൽ സെലക്ഷൻ ഡിസിഷൻസ് ഉണ്ട്. അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യത്തെയാണ് ട്രൂ പോസിറ്റീവ്, ഹൈ ഹിന്റ് എന്ന് പറയും. ട്രൂ പോസിറ്റീവ് ഡിസിഷൻ എടുക്കാം, ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എടുക്കാം, ഫോൾസ് പോസിറ്റീവ് എറർ എടുക്കാം. ഫോൾസ് നെഗറ്റീവ് എറേഴ്സ് ആർ ദ 4 പൊട്ടൻഷ്യൽ ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. സെലക്ഷൻ ഡിസിഷനിൽ 4 എന്താണ് പൊട്ടൻഷ്യൽ ഔട്ട്കംസ് ആണ്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, എറേഴ്സ്. എനിക്ക് തോന്നുന്നില്ല ഈ മേസ് നിങ്ങളുടെ ടെസ്റ്റിൽ ക്ലിയർ ആയിരിക്കണം. എനിക്ക് അത്ര ക്ലിയർ ആയിട്ടല്ല ഈ സെലക്ഷൻ ഡിസിഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് സക്സസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ സക്സസ് പ്രെഡിക്റ്റഡ് എന്ന് പറയുന്നത് ഈ ട്രൂ പോസിറ്റീവിനെയും സെലക്ഷൻ എന്താണ് കേട്ടോ. സക്സസ് എന്ന് പറയുമ്പോൾ ഇതില്ലേ എന്താ പറയാ, ഓക്കെ, ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവും ആണ് സക്സസ്. ഫെയിലിയർ പ്രെഡിക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെയിലിയർ ആയിരിക്കും. അതെപ്പോൾ മുതലാണ്? ഈ ഫോൾസ് നെഗറ്റീവും ട്രൂ നെഗറ്റീവ് കേസസിലും നമ്മുടെ ജോബ് നമ്മളെടുത്ത തീരുമാനം എന്താണ്? തെറ്റാണ്. അപ്പൊ ഞാൻ പറയാം, സക്സസ് പ്രെഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫോൾസ് പോസിറ്റീവും ട്രൂ പോസിറ്റീവുമാണ്. ഫെയിലിയർ പ്രഡിക്ഷനിൽ വരുന്നത് ട്രൂ നെഗറ്റീവും ഫോൾസ് നെഗറ്റീവുമാണ്. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവ് എന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം അതെന്താന്ന് മനസ്സിലാക്കിയാലാണ് സക്സസ് ആയിരിക്കും ഫെയിലിയർ ആയിരിക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, the true positive and true negative decision in selection are correct decision. ട്രൂ പോസിറ്റീവും അതേപോലെ തന്നെ ട്രൂ നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഇങ്ങനെയാണ് കറക്റ്റ് ഡിസിഷൻസ് ആണ്. ഓക്കെ അല്ലെ? കറക്റ്റ് ഡിസിഷൻ അല്ലെ? whereas the rest decisions are selection errors. ബാക്കിയുള്ള 2 ഡിസിഷൻസ് ഏതൊക്കെയാണത്? ട്രൂ നെഗറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. അത് രണ്ടും എന്താണ്? എറർ ആണ്. മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്കോടെ നമ്മൾ സെലക്ട് ചെയ്ത് പോയ കാൻഡിഡേറ്റ്സ് ആണ്. The candidates chosen was the best fit for the job. നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആ ജോബിന് ഫിറ്റ് ആണ്. has performed and succeed as expected indicated by the true positive. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് റൈറ്റ് ഫിറ്റ് ആണ്, അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ എന്താണ്? ട്രൂ പോസിറ്റീവ് ഡിസിഷൻ ആണ്. ട്രൂ പോസിറ്റീവ് ഹൈ ഹിറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ട്രൂ പോസിറ്റീവ് ഡിസിഷൻ ആണ്. ഓക്കെ, നമ്മള് അവര് വർക്ക് അസൈൻ ആൾക്ക് റൈറ്റ് ഫിറ്റ് ആണ്, ആ ജോബിന് റൈറ്റ് ഫിറ്റ് ആണ്, നമ്മൾ കൊടുത്ത വർക്ക് കറക്റ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അതെന്താണ്? ട്രൂ പോസിറ്റീവ് ആണ്. നമുക്ക് സക്സസ് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. ട്രൂ നെഗറ്റീവിലേക്ക് വരാണെങ്കിൽ the true negative reflect the rejection of the candidates. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു? ആ ജോബ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. മേ ബി എന്താണ് ആൾക്ക് വേറെ ഓഫർ ഒക്കെ വരുമ്പോൾ മേ ബി നമ്മളുടെ സ്ഥാനത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ true negative reflect the rejection of the candidates based on the presumptions that he or she will fail in future and incapable to perform respective job. നമുക്ക് ആ ജോബ് ചെയ്യാനായിട്ട് ഇൻകേപ്പബിൾ ആയിരിക്കും എന്ന് ആരാണ്? കാൻഡിഡേറ്റ്സ് എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ കണ്ടു വിലയിരുത്തി ആളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഓക്കെയാണ്, ആ ജോബിന് അദ്ദേഹത്തിന് ആപ്റ്റ് ആണ്. പക്ഷെ ആൾ കോൺഫിഡന്റ് അല്ല. ആ ഒരു ഡിസിഷൻ ആണ് ട്രൂ നെഗറ്റീവ്. പക്ഷെ ഈ 2 ഡിസിഷൻസും ഏത് ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ഡിസിഷൻസും 2 കറക്റ്റ് ആണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പൊ ട്രൂ നെഗറ്റീവ് ഇത് മനസ്സിലായല്ലോ.
Then the rejection of the candidate who have succeeded based on failure prediction is reflected by false negative error. നമ്മള് മേ ബി ചില കാൻഡിഡേറ്റ്സിന് നമ്മൾ ഫെയിലിയർ ആകും എന്ന് പ്രെഡിക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെയാണ് ഫോൾസ് നെഗറ്റീവ് എറർ എന്ന് പറയുന്നത്. മേ ബി ആ കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞ ജോബ് ചെയ്യാനായിട്ട് ഫെയിലിയർ ആയിരിക്കും എന്ന് നമ്മളുടെ പ്രഡിക്ഷൻ, ഓർഗനൈസേഷന്റെ പ്രഡിക്ഷൻ. അങ്ങനെ വരുന്ന കാൻഡിഡേറ്റ്സിനെയാണ്, അങ്ങനെ വരുന്ന ഡിസിഷനാണ് ഫോൾസ് നെഗറ്റീവ് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫോൾസ് പോസിറ്റീവ് എറർ. ഇസ് എ സിറ്റുവേഷൻ when a candidate is selected, നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, ഓൺ ദ ബേസ് ദാറ്റ് ഹി ഓർ ഷീ ഓൺ അതർ ഹാൻഡ് ഡസ് നോട്ട് കംസ് അപ് ടു ദ എക്സ്പെക്ടേഷൻ. നമ്മൾ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ്നെസ്സോട് കൂടി സെലക്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് കാൻഡിഡേറ്റ് വന്നില്ല. സോ അതിന് പറയുന്ന പേരാണ് എന്ത്, ഫെയിലിയർ പോസിറ്റീവ്, സോറി ഫോൾസ് പോസിറ്റീവ് എറർ. ഈ രണ്ട് സിറ്റുവേഷനും ഫോൾസ് നെഗറ്റീവ് എററിലും ഫോൾസ് പോസിറ്റീവ് എററിലും നമ്മുടെ ഡിസിഷൻ എങ്ങനെയാണ്, ഫെയിലിയർ പ്രഡിക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ വരാണെങ്കിൽ നമ്മള് വിചാരിച്ചു എക്സ്പെക്ട് ചെയ്തു, പക്ഷെ എക്സ്പെക്ടേഷന്റെ അടുത്തേക്ക് വന്നിട്ടില്ല അവരെങ്കിൽ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദ ഫോൾസ് പോസിറ്റീവ് the false positive error that caused the organization to sustain cost. നമുക്ക് ചെലവുകൾ വരാനുള്ള കാരണമാണ്. The cost include maybe hiring cost കൂടും, ട്രെയിനിങ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്. നമുക്ക് ഒത്തിരി ചെലവുകൾ, ഈ പറഞ്ഞ ചെലവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആള് ഓക്കെ അല്ല, ജോബിന് ചെയ്യാനായിട്ട് ഓക്കെ അല്ല, കറക്റ്റ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഓൾറെഡി ഈ വ്യക്തിനെ ഹയർ ചെയ്യാൻ വേണ്ടി വന്ന ചെലവ് നഷ്ടം, ട്രെയിനിങ് കൊടുത്തതിന് ചെലവ് നഷ്ടം, ട്രാൻസ്ഫർ ചെയ്തതിന്റെ ചെലവ് നഷ്ടം, ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ PF കാര്യങ്ങളൊക്കെ കൊടുക്കണം, അപ്പൊ അതും നഷ്ടം. പിന്നെ ഈ വ്യക്തിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ഒത്തിരി കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട്. ഓക്കെ, ജസ്റ്റ് ഈ സോഴ്സ് ഓഫ് ഡിസിഷൻ ഔട്ട്കമും ഈ പിക്ചറും ഈ രണ്ട് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, വായിച്ചപ്പോ ഡൗട്ട് വല്ലതും തോന്നിയാ? ഡൗട്ട് തോന്നുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ കറക്റ്റ് ഡിസിഷൻ ആണ്. ഫോൾസ് നെഗറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ റോങ് ഡിസിഷൻസ് ആണ്. അപ്പൊ ആ ഒരു മീനിങ്ങിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ആലോചിച്ച് വെക്കാം, എന്നിട്ട് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇത് എഴുതിയിരിക്കുന്ന അനുസരിച്ച് നമ്മൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നോക്കുക കേട്ടോ. മിസ് ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞു തരാമോ? ഓക്കെ, ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻസ് കറക്റ്റ് ഡിസിഷൻ ആണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എങ്ങനെയാണ്, കറക്റ്റ് ഡിസിഷൻ ആണ്. ഇനി എന്താണ് ട്രൂ നെഗറ്റീവ് എറർ ആൻഡ് ഫോൾസ് നെഗറ്റീവ് എറർ ആൻഡ് ഫോൾസ് പോസിറ്റീവ് എറർ ഫെയിലിയർ ഡിസിഷൻ ആണ്. എന്ത് ഡിസിഷൻ ആണ്? ഫെയിലിയർ ഡിസിഷൻ ആണ്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ എല്ലാവരും? ഓക്കെ, നമ്മൾ ഡിസിഷനിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? എക്സസ് കോസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് നമുക്ക് നഷ്ടം വരും. അതുകൂടാതെ റീപ്ലേസ്മെന്റ് കോസ്റ്റും ടെർമിനേഷൻ കോസ്റ്റും കൂടി നമുക്ക് വരും. ഓക്കെ, both the candidates and the organization should make a joint decision throughout the selection process. നമ്മൾ കാൻഡിഡേറ്റ്സും ഓർഗനൈസേഷനും ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ ടൈമിൽ ജോയിന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്. ജോയിന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ. The job of the candidate is to determine whether or not the job is appropriate according to his or her need, interest, skill and goal. അപ്പൊ നമ്മൾ കാൻഡിഡേറ്റ്
ഓക്കെ നോക്കാം. നമ്മള് ഒരു കാൻഡിഡേറ്റ്സ് ജോബ് സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ നീഡും ഇൻട്രസ്റ്റ് സ്കിൽസും ഗോൾസ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ മേ ബി നമ്മളോട് ഇതിനൊരു ജോബ് ചെയ്യാൻ പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ആ ഒരു മേഖലയിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ജോബിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, വൺ മിനിറ്റ്. അപ്പോ however the organization make the decision whether the candidate has necessary talent, skill and experience required for the position. നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ആ കാൻഡിഡേറ്റ്സിന്റെ ടാലന്റും സ്കില്ലും എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. however if there is scarcity of qualified candidates in the market, നമ്മുടെ മാർക്കറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കുറവാണ്, ആ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ the company must make a promised selection decision. നമ്മൾ ഏകദേശം പ്രോമിറ്റ് ആണെന്ന് തോന്നുന്ന ഒരു സെലക്ഷൻ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് കമ്പനി വരും. ഓക്കെ, ഏകദേശം പ്രോമിറ്റ് ആണ് എന്ന് തോന്നുന്ന സെലക്ഷൻ ഡിസിഷൻ കമ്പനി എടുക്കേണ്ടതായിട്ട് വരും. ദെൻ പ്രോസസ് ഓഫ് സെലക്ഷൻ ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പ്രോസസ് ഓഫ് സെലക്ഷൻ? സെലക്ഷന്റെ പ്രോസസ്സ് നമ്മൾ കാണുന്ന ഈ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൻ്റെതായ. ഓക്കെ, സെലക്ഷൻ മെത്തേഡ് ഡിറ്റർമിൻ whether or not the qualification of job applicants are accordance with the job requirements. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെലക്ഷൻ മെത്തേഡ് എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മൾ ആ ജോബ് ആപ്ലിക്കൻസിൽ നമ്മൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ജോബ് റിക്വയർമെന്റ്സ് പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണോ സെലക്ട് ചെയ്യുന്നത് അല്ലയോ എന്നുള്ളതാണ് ഇവിടെ വരുന്നത് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. സെലക്ഷൻ മെത്തേഡ് അസസ് ദ പെർഫോമൻസ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്. നമുക്ക് ജോബിന് വന്നിട്ടുള്ള ആപ്ലിക്കൻസിന് നമ്മൾ അവരുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, അസസ് ചെയ്യാണ്. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയാണ്, അവർ കറക്റ്റ് ആണോ അവർ ജോബിന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. സെലക്ഷൻ മെത്തേഡ് ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ആരൊക്കെ പോയിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ അല്ലെങ്കിൽ സെലക്ഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ? ആരും പോയിട്ടില്ല, സെലക്ഷൻ ഇതുവരെയും പോയിട്ടില്ല. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ സെലക്ഷന് വേണ്ടി പോയിട്ടുള്ളവര്? അല്ല, നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് തരും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എക്സ്പീരിയൻസും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ആൻസർ ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കും. ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഇതിനു മുമ്പ് ക്യുസാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. HR പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽ ചെയ്ത് കൊടുക്കുന്നു. കൂടെ നമ്മുടെ ബയോഡാറ്റയും കൂടെയാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ദെൻ അതാണ് ആപ്ലിക്കേഷൻ ഫോംസ്. ദെൻ സെലക്ഷൻ ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ദെൻ ഇന്റർവ്യൂ ഉണ്ടാവും. ചില ജോബുകൾക്ക് മാത്രം എന്തായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ദെൻ റെഫറൻസ് ചെക്ക് which when used in proper sequence constitute a selection process. ഇതിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസ് വഴി നമുക്ക് എന്താണ് സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്? ഓക്കെ, 6 സ്റ്റെപ്സ് നമുക്ക് നോക്കാട്ടെ. എല്ലാം പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ബാരിയേഴ്സ് ഓർ സ്റ്റേജ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന കുറച്ച് സ്റ്റേജുകളുണ്ട്. സെലക്ഷൻ aims at generating full information regarding candidates in order to determine whether they are appropriate for job or not. നമ്മൾ ആ ജോബിന് ഓക്കെ ആണോ, അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ്. The selection process difference between organization and across different jobs. സെലക്ഷൻ പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടാവും. ചില സെലക്ഷൻ മാത്രമേ മെഡിക്കൽ എക്സാമിനേഷൻ ഉള്ളൂ, ചില സെലക്ഷന് എന്തില്ല, മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല. അപ്പൊ ഓർഗനൈസേഷൻ മാറുന്നതിനനുസരിച്ച്, ജോബ് മാറുന്നതിനനുസരിച്ച് സെലക്ഷനിൽ എന്തുണ്ട്, മാറ്റമുണ്ട്. Therefore, an ideal process of selection includes the following steps.
ആസ് ഫോളോ ബിലോ. നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന പോലെ, ഷോൺ ബിലോ, താഴെ കാണിച്ചിരിക്കുന്ന പോലെയാണ്, ഒരു സ്റ്റെപ്പ് പോലെയാണ് എന്ത് സെലക്ഷന്റെ പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾക്ക് കളക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യാണോ, എല്ലാം സ്ക്രീൻ ചെയ്ത് എല്ലാവരുടെ ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ടെസ്റ്റിൽ പാസ് ആവുന്നവരെ മാത്രം നമ്മൾ സോർട്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് കണ്ടക്ട് ചെയ്യും, സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇന്റർവ്യൂന്ന് പാസ്സാവുന്നവർ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ എക്സാമിനേഷൻ, മേ ബി എല്ലാ ഓർഗനൈസേഷനും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും ഇല്ലാന്നാ തോന്നുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനൊക്കെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ കൂടുതലായിട്ടുള്ളത്. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ റെഫറൻസ് വെച്ചിട്ടുണ്ടാവും. മേ ബി നമ്മുടെ എക്സ് എംപ്ലോയർ ആയിരിക്കും, നമ്മൾ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ എംപ്ലോയർ ആയിരിക്കാം, അദ്ദേഹത്തിന് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് എക്സ് എംപ്ലോയറിനെ വിളിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ, നമ്മൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പാസ് ഔട്ട് ആയ ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യും. ദെൻ ഹയറിംഗ് ഡിസിഷൻ ആണ് ഏറ്റവും സിക്സ്ത് സ്റ്റെപ്പ്. എന്നാണ് നമ്മൾ ആ എംപ്ലോയിനെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ആണ് എന്ത്, ഹയറിംഗ് ഡിസിഷൻ. ഈ സ്റ്റെപ്സുകൾ ഒന്ന് നോക്കണം കേട്ടോ. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കൻസ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ലാസ്റ്റ് ഹയറിംഗ് ഡിസിഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. സെലക്ഷന്റെ പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്ന സെലക്ഷൻ പ്രോസസ് ഏതാണ്, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ആണ്. ഓക്കെ, എന്താണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് or application forms? The screening of applicants include filling up the application form by the candidates. നമ്മുടെ ഓർഗനൈസേഷൻ സെലക്ഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ അവര് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് അത് എന്ത് ചെയ്യാൻ പറയും, ഫിൽ ചെയ്യാൻ പറയും. This application form contains information about applicants such as എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും, പേഴ്സണൽ ബയോഡാറ്റ, അച്ചീവ്മെന്റ്സ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പൊ അത് ആ വ്യക്തിനെ കുറിച്ചിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ബയോഡാറ്റാസ് ഉണ്ടാവും. അതേപോലെ ആ വ്യക്തിയുടെ അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡഡ് ആണ്. This types of information is used in order to get the right candidates. നമുക്ക് who is eligible for the vacant position, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാനായിട്ട്, കണ്ടെത്താനായിട്ട് ഈ ഇൻഫർമേഷൻ നമ്മൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, it can also used as maintaining a permanent record of the candidates who are selected. നമ്മൾ അവരുടെ കൈപ്പടയിൽ തന്നെയാണ്, അവർ തന്നെയാണല്ലോ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് തന്നിരിക്കുന്നത്. സോ അപ്പൊ നമുക്കൊരു പ്രൂഫ് ആയിട്ട് നമ്മളോട് ചോദിക്കാണ്, ഒരു ആള് വന്ന് ചോദിക്കാണ്, എന്ത് ക്വാളിഫിക്കേഷനിലാണ് നിങ്ങൾ ആ ഒരു എംപ്ലോയിനെ നമ്മുടെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്തത്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോമും അതേപോലെ സർട്ടിഫിക്കറ്റ്സും ബയോഡാറ്റ ഒക്കെ കാണിച്ചു കൊടുക്കാം. ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്തതിന്റെ ഇതിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ജോബ് കൊടുത്തത്. ഒരു പ്രൂഫ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പെർമനന്റ് റെക്കോർഡ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പെർമനന്റ് റെക്കോർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മളൊരു പെർമനന്റ് റെക്കോർഡ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആഫ്റ്റർ സ്ക്രീനിങ് ഓൾ ആപ്ലിക്കൻസ്, നമ്മൾ ഈ ആപ്ലിക്കൻസ് ഒക്കെ സ്ക്രീൻ ചെയ്തു. ഓൺലി those are permitted the continuation of the selection process. അപ്പൊ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പേരെ മാത്രം നമ്മൾ പെർമിറ്റ് ചെയ്യും. കണ്ടിന്യൂഷൻ സെലക്ഷൻ പ്രോസസ്സിൽ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കുറച്ച് പേരെ മാത്രം എന്ത് ചെയ്യും, നമ്മൾ പെർമിറ്റ് ചെയ്യും. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അപ്പൊ സെലക്ഷന്റെ പ്രോസസ്സിൽ ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് അറിയാലോ ഒരു സെലക്ഷൻ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സെലക്ഷൻ റിജക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. നമുക്ക് വേണ്ട അത്രയും കാൻഡിഡേറ്റ്സിന് മാത്രം നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സിലേക്ക് വിടും. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റിജക്ട് ചെയ്യാണ്. Okay, after screening all the applicants, only those candidates are permitted the continuation of the selection process who are meeting the job requirements and the standards set by the organization. ആരെല്ലാമാണ് ജോബിന്റെ എന്താണ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തത്, അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആരൊക്കെയാണ് ഫുൾഫിൽ ചെയ്തത്, അവർ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സും നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. If the candidates matching the job requirements are more than the vacant position, the organization goes only few
only for a few chosen candidates for future selection process. ഇപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ വേക്കൻറ്റ് പൊസിഷനേക്കാളും എണ്ണത്തിൽ കുറവ് വന്നു, മിസ്മാച്ച് വന്നു, അങ്ങനെ വരുമ്പോ നമുക്ക് അധികം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, കുറച്ചു പേരെ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ഓക്കെ, നമ്മൾ സ്ക്രീൻ ചെയ്തു, ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ സ്ക്രീൻ ചെയ്തു, കുറച്ച് കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു, സെലക്ഷൻ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്തു, സെക്കൻഡ് പ്രോസസ്സിലേക്ക് അത് കടന്നു. എവറി ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ഫോർ സെലക്ഷൻ പ്രോസസ്. എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. സെലക്ഷൻ പ്രോസസ് റിലേറ്റഡ് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ടു ഗ്യാദർ ദ നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. അവർക്ക് എന്താണ് ഇൻഫർമേഷൻ, എന്താണ് കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം. ഓർ റിജക്ട് ദ കാൻഡിഡേറ്റ് ഹു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ഇന്റർവ്യൂ. ആരെല്ലാമാണ് ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് അല്ലാത്തവര്, അവരെല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, സെലക്ഷൻ ടെസ്റ്റിൽ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ജനറലി സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ദ ആപ്ലിക്കൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ ആ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ ഫോംസിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനും കൂടി നമ്മൾ നോക്കിയിട്ടാണ് അവര് ക്വാളിഫൈഡ് ആണോ, ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. A selection test should supply beneficial information in terms of their attitude, hobbies, personality. അപ്പൊ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ്, കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഹോബീസ് എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്ന് വെച്ചാൽ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും കൊടുക്കുന്നത്. അവരെ കൊണ്ട് മേ ബി ആൻസർ ചെയ്യിപ്പിക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആരെ വേണം സെലക്ഷൻ ഇന്റർവ്യൂലേക്ക് പാസ് ചെയ്യാൻ, ആരൊക്കെ പാസ് ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ത്രൂ ആൻ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം മുഖേന നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാത്ത ഇൻഫർമേഷൻസ് നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് മുഖേന നമുക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ആരെല്ലാം സെലക്ഷൻ ഇന്റർവ്യൂവിലേക്ക് പാസ്സാക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിന്റെയും സെലക്ഷൻ ടെസ്റ്റിന്റെയും ബേസിലാണ് ആരെല്ലാമാണ് സെലക്ഷൻ ഇന്റർവ്യൂവിലേക്ക് പാസ്സാക്കണം എന്ന് ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നത്. നിങ്ങളിലെ ഈ പ്രോസസ് ഓഫ് സെലക്ഷൻ മുതൽ ലാസ്റ്റ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തില്ലേ ഫസ്റ്റ് 2 പോയിന്റ്സ്, അതുവരെ ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? രണ്ട് സ്റ്റെപ്സ് റീഡ് ചെയ്താ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്തിട്ടില്ല അല്ലെ? കംപ്ലീറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? സെലക്ഷൻ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസും സെലക്ഷൻ ടെസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ആപ്ലിക്കേഷൻ ഫോംസിന്റെയും സെലക്ഷൻ ടെസ്റ്റിന്റെയും ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ സെലക്ഷൻ ഇന്റർവ്യൂയിലേക്ക് പാസ് ചെയ്യും. സെലക്ഷൻ ഇന്റർവ്യൂ നോക്കാം കേട്ടോ. Selection tests are followed by a personal interview with the candidates. Selection test കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. The primary goal of personal interview is to truly assess the candidates for the job. നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. It also give a chance to candidates. It also give a chance to the candidate to gain all the information about the organization. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു. Then പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. പേഴ്സണൽ ഇന്റർവ്യൂവിന് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണ്? കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പേഴ്സണലി നമ്മൾ ഫേസ് ടു ഫേസ് കോൺടാക്ട് വഴി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ പേപ്പറിൽ ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗമാണ് ഇത് സെലക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സംടൈംസ് a preliminary interview take place before conducting the test. ചില ഓർഗനൈസേഷനിൽ സെലക്ഷൻ ടെസ്റ്റിന് മുമ്പ് ഈ സെലക്ഷൻ ഇന്റർവ്യൂ നടത്താറുണ്ട്. ചില ഓർഗനൈസേഷനിൽ മേ ബി സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. Then സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ. For the step medical examination is performed in order to observe the candidates stamina and patience level under pressure, as there are several jobs which require a lot of patience. Patience level ആണ്. അപ്പോ മെഡിക്കൽ എക്സാമിനേഷൻ എന്താ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ഇമോഷൻസും അതേപോലെ പേഷ്യൻസ് ലെവൽസും എങ്ങനെയാണൊരു അത്രയും ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും എങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് നല്ല അതൊരു ബാലൻസ് ചെയ്യുന്നത്, ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, അതായത് നല്ല പേഷ്യൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണോ, നല്ല ക്ഷമയുള്ള കാൻഡിഡേറ്റ്സ് ആണോ എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ടാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മേ ബി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു, മേ ബി നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് ഒരു ഫാമിന്റെ വേറെ ആരെങ്കിലോടും പറയും മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് വേറൊരാളെ ഏൽപ്പിക്കാനാണ് പതിവ്. നോക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ evaluate whether the candidates possess these qualities or not. മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? നമ്മുടെ കാൻഡിഡേറ്റ്സിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റീസ്, പേഷ്യൻസും അതേപോലെ തന്നെ നല്ല പേഷ്യൻസ് ഉള്ള കാൻഡിഡേറ്സ് ആണോ അല്ലയോ, നല്ല ഹൈ പ്രഷറുള്ള സിറ്റുവേഷനിൽ പോലും എങ്ങനെ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. It identify the deficiencies of selective and qualitative placement for a positive course and not for റിജക്ഷൻ ഉള്ളി. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, മേ ബി അത് റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്. റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതിന് രണ്ടിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും.
It also indicates the suitability of the candidate for the job. നമ്മൾ ആ കാൻഡിഡേറ്റ്സിന്റെ സ്യൂട്ടബിലിറ്റി കൂടി നോക്കാറുണ്ട്. ആ ജോബിന് കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കും. ആൻഡ് പ്രിവെന്റ് ഹിം ട്രാൻസ്ഫേഴ്സ് ടു അനദർ ജോബ് പൊസിഷൻ. എന്ന് വെച്ചാല് ആ ജോബിന് ഓപ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ആ ജോബിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് സെലക്ട് ചെയ്യണം, മറ്റൊരു ജോബ് പൊസിഷനിലേക്ക് മാറ്റാനായിട്ട് പാടില്ല. Medical examination is performed to place the right candidates at the right job and where they can function without any kind of ill effect or loss to their health. This is medical examination in the conduct ചെയ്യണേ നമ്മൾ റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് മോശകരമായി ബാധിക്കുന്ന ഒന്നും സംഭവിക്കാതെ, അസുഖങ്ങളൊന്നും വരക്കാത്ത രീതിയിൽ ആ ജോബ് പൊസിഷൻ കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. It is generally performed by the organization own physician. Maybe നമ്മുടെ ഓർഗനൈസേഷനിൽ സ്വന്തം ഫിസിഷ്യൻ ആയിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. Or a medical officer authorized by the organization. നമ്മുടെ ഓർഗനൈസേഷൻ ഓതറൈസ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനാ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളുടെ കാൻഡിഡേറ്റ്സ് അത്ര പ്രഷർ, ഹൈ പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ പേഷ്യൻസോട് കൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. നമുക്കറിയാലോ, കസ്റ്റമർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഡിഫറെന്റ് ഇമോഷൻസ്, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. നല്ല കാമായിട്ട് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി വേണം നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ഈ ആപ്ലിക്കന്റ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ഒരു ജോബിന് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് മാത്രമല്ല, പിന്നെ നമ്മള് അപ്പോയിന്റ് ചെയ്യാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് കോസസ് എന്തൊക്കെയാണ്, ഇനി അദ്ദേഹത്തിന് എന്താണ് റിജക്ഷൻ ഉള്ള കാരണങ്ങൾ എന്ന് കൂടി ഐഡന്റിഫൈ ചെയ്യും. ഇനി സ്യൂട്ടബിലിറ്റി ആണ് മെയിനായിട്ട്. ആ ജോബ് ചെയ്യാനായിട്ട് അദ്ദേഹം സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ എന്തിനാ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ജോബിൽ തന്നെ അപ്പോയിന്റ് ചെയ്യാനാണ്. അദ്ദേഹത്തിന്റെ ഹെൽത്തിന് മറ്റ് ദോഷങ്ങളൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. സാധാരണയായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഓൺ ഫിസിഷ്യൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഓതറൈസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. മേ ബി ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോ എന്താണ് സെലക്ഷൻ ഇന്റർവ്യൂ എന്നും എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ദെൻ നമ്മുടെ 5th സ്റ്റെപ്സ് ആണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആണ്. നമ്മൾ റെഫറൻസ് ആയിട്ട് മേ ബി എക്സ് എംപ്ലോയറിനെയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താ പറയുക നമ്മളുടെ ക്വാളിറ്റീസ് സ്കിൽസ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻ മേ ബി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തിനെ കോണ്ടാക്ട് ചെയ്യുകയും കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന് വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. നോക്കാം. സെലക്ഷൻ procedure include the step of reference check and background verification for the purpose of revealing more information regarding the candidates. നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തത്. Organization requires the candidate for some reference from who they can gain some more information. അപ്പൊ സാധാരണ ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കാൻഡിഡേറ്റ്സിന്റെ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നിന്ന് കൂടുതലായിട്ട് മോർ റെഫറൻസ് കിട്ടാൻ അല്ലെങ്കിൽ മോർ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. This information may be concerned with their background, character and working etc. ഈ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറും ബാക്ക്ഗ്രൗണ്ടും വർക്കിങ്ങും എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. These reference may include employer of the candidates. May be ex-employer ആയിരിക്കാം, കാൻഡിഡേറ്റ്സിന്റെ ex-employer ആയിരിക്കാം റെഫറൻസ് ആയിട്ട് വെക്കുന്നത്. Or the people from education institution of the candidates. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പീപ്പിൾസ് ആവാം, നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് ഉള്ള വ്യക്തികളാവാം. Or some other important people who know the candidates attitude and skill. നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് സ്കില്ലും ഉള്ള വ്യക്തികളായിരിക്കാം മേ ബി റെഫറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറ്. In India, reference are not supposed to much importance to their subjectivity. നമ്മള് അധികം റെഫറൻസിന് ഇന്ത്യയിലൊക്കെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്, ബട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വാല്യുബിൾ ഇൻഫർമേഷൻ. നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ് ആയിട്ടാണ് നമ്മൾ റെഫറൻസ് ചെക്കിനെയും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനെയും ഓപ്റ്റ് ചെയ്യുന്നത്. Which cannot be obtained from any other source. മറ്റൊരു സോഴ്സിൽ നിന്നും കിട്ടാത്ത ഇൻഫർമേഷൻസ് മേ ബി നമുക്ക് എക്സ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ആപ്ലിക്കേഷൻ ഫോമിലോ സെലക്ഷൻ ടെസ്റ്റിലോ സെലക്ഷൻ ഇന്റർവ്യൂലോ കിട്ടാത്ത ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? റെഫറൻസ് ചെക്കിലൂടെയും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അറ്റ് ലാസ്റ്റ് 6th സ്റ്റെപ്പിലേക്ക് നമ്മൾ വന്നു. എന്താണ്? ആദ്യം സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് കഴിഞ്ഞു, ദെൻ സെക്കൻഡ് സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു, തേർഡ് സെലക്ഷൻ ഇന്റർവ്യൂ, അത് കഴിഞ്ഞു മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു, റെഫറൻസും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് എന്താണ്? ആ എംപ്ലോയിനെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ്. ഹയറിംഗ് ഡിസിഷൻ ആണ്. സാധാരണയായിട്ട് നമ്മൾ ഹയറിംഗ് ഡിസിഷൻ ആരാണ് എടുക്കാറ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. ഇത്രയും പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എംപ്ലോയിന്റെ സെലക്ട് ചെയ്യേണ്ട ചിലപ്പോൾ മേ ബി ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ മേ ബി ഒരു പോസ്റ്റിനാണെങ്കിൽ 2 എംപ്ലോയി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് തീരുമാനം എടുക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഓരോ കൺസേണിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ആയിരിക്കും അവരെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നോക്കാം. Finally, based on the above steps, the appropriate candidates are recommended for the selection by the personnel department or selection committee may hold the responsibility of finalizing the candidate for the job. Okay. എന്താണ് മോളിൽ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റിലേക്കോ സെലക്ഷൻ കമ്മിറ്റിക്കോ റെക്കമെൻഡ് ചെയ്യും. Sometimes organizations have their own staff to recommend the candidate for the final selection by the top management. ടോപ്പ് മാനേജ്മെന്റിന് ഓർഗനൈസേഷൻ സ്റ്റാഫ് ആരെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യണം എന്ന് ചിലപ്പോൾ CEO ആയിരിക്കും, മേ ബി ആ ഒരു ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഏത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. Generally, organization assign different authority to approval the final selection of the candidates. അതേപോലെ ഓർഗനൈസേഷൻ അസൈൻ ചെയ്യും ഫൈനൽ സെലക്ഷന്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി പിന്നെ അതോറിറ്റീസ് അപ്രൂവ് ചെയ്യണം എന്ന് പറയാറുണ്ട്. On receiving the approval, നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ the candidates
are told about their selection in the organization. അങ്ങനെ അപ്രൂവൽ കിട്ടി, ടോപ്പ് അതോറിറ്റിയിൽ നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൻഡിഡേറ്റ്സിനെ ഇൻഫോം ചെയ്യാം, നിങ്ങൾ ഈ ജോബിന് സെലക്ടഡ് ആയി. ഓക്കെ, and are requested to report to the concerned personnel. അതേപോലെ നിങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന വ്യക്തിനെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റിക്വസ്റ്റ് അനുസരിച്ച് ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഹയറിംഗ് ഡിസിഷനിൽ വരുന്നത്. ഫിഫ്ത്തും സിക്സ്തും പോയിന്റ് വായിക്കാം. റെഫറൻസ് ചെക്ക് ആൻഡ് ഹയറിംഗ് ഡിസിഷൻ. റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ലാസ്റ്റ് ഹയറിംഗ് ഡിസിഷൻ. കേട്ടോ, റീഡ് ചെയ്യാം കേട്ടോ, 2 പോയിന്റ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് 6 സ്റ്റെപ്സ് പഠിച്ചു. അതിൽ നമ്മള് പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു അല്ലെ? പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നോക്കാം. The first steps in the selection process is preliminary interview. It has used various recruitment source and a method to recruit the candidates. നമ്മൾ preliminary interview യൂസ് ചെയ്യാറുണ്ട്, റിക്രൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിന് നമ്മൾ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. A preliminary interview is a brief interview. സിമ്പിൾ ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. In which simple questions, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. സ്കിൽസ്, എക്സ്പീരിയൻസ് and salary expectation of the candidates are asked. ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തൊക്കെയാണ് സ്കിൽസ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. Preliminary interview enables the organization to reject the applicants who are unsuitable for the job because they are either unqualified or unsuitable for the job. എന്തിനാണ് പ്രിലിമിനറി ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ റിജക്ട് ചെയ്യുക എന്നുള്ള എയിമാണ്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാനായിട്ട് റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. The organization must ensure that elimination process does not lead to unnecessary rejection or elimination of desirable candidates. നമ്മള് അൺഡിസറബിൾ കാൻഡിഡേറ്റ്സ്, ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ എൻഷുർ ചെയ്തൊരു കാര്യമുണ്ട്, നമ്മൾ അൺനെസസറി ആയിട്ട് ആരെയും എന്ത് ചെയ്തിട്ടില്ല, റിജക്ട് ചെയ്തിട്ടില്ല എന്ന് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്താൻ. ചിലപ്പോൾ മേ ബി എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള വ്യക്തിനെ മേ ബി നമ്മൾ റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ റിജക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഓർഗനൈസേഷനാണ്. ഇനി ഫേസ് ടു ഫേസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിലിമിനറി ഇന്റർവ്യൂ. നമ്മൾ സാധാരണയായിട്ട് എന്താണ് ഫേസ് ടു ഫേസ് മെത്തേഡാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. മേ ബി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മേ ബി നമ്മൾ എന്ത് ചെയ്യും, ടെലിഫോൺ വഴി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഇപ്പോ എന്താണ് പ്ലേസും ആളും അടുത്തില്ലെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓൺലൈൻ വീഡിയോ കോൾ വഴി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓർ നമ്മൾ വേറൊരു എന്താ പറയാ, ഇപ്പോ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മേ ബി നമ്മളോട് പറയും 10 minutes ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മെയിലിലേക്ക് അറ്റാച്ച്, ഈ
CV പ്ലസ് ഇതുകൂടി ഈ വീഡിയോ കൂടി അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിമിനറി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, ഫേസ് ടു ഫേസ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം, ത്രൂ ഫോണിലൂടെ കോൾ ചെയ്ത് കണ്ടക്ട് ചെയ്യാം, ത്രൂ വീഡിയോസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. The organization, in order to save their time, usually conduct the interview over the phone, where there are many applicants for a single job opening. ഒറ്റ ജോബ് ഓപ്പണിങ്ങിന് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. Creating a video tape in which several applicants are asked the same questions and answers. ഇപ്പൊ വീഡിയോ ടേപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സോടും സെയിം ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് വീഡിയോ ടേപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞാലും മതി. In another technique used by the recruitment agencies use ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് വീഡിയോ ടേപ്പ്. At last, the organization received the video tape. This technique speed up the screening process within the organization, through it is very impersonal and rigid. അപ്പൊ നമുക്ക് വീഡിയോ ടേപ്പ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനോ ഒപ്പീനിയൻ മാറുന്നതിനനുസരിച്ച് മാറ്റാനൊന്നും പറ്റില്ല. റിജിഡാണ്, ഇംപേഴ്സണൽ ആണ്. ഓക്കെ, for example, a person who have never played a tutor in his or her life will be automatically dismissed in preliminary interview as he or she not meet a certain requirements of being a team member of a sport team. ഇപ്പോ ഒരു ഫുട്ബോൾ ടീമിന്റെ മെമ്പർ ആവാനായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ, സ്റ്റാഫ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രാവശ്യം പോലും പ്ലേ ചെയ്യാത്തൊരു വ്യക്തിയെ നമ്മൾ എന്തായാലും ടീം മെമ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, സെലക്ട് ചെയ്യില്ല. നമുക്ക് അത്ര ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂർ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. സ്കിൽസ്, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അൺക്വാളിഫൈഡും അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അൺനെസസറി ആയിട്ട് ഒരു കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല, റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഇന്റർവ്യൂസ് 3 രീതിയിൽ കണ്ടക്ട് ചെയ്യാം. ഫേസ് ടു ഫേസ്, ഫോൺ കോള് ആൻഡ് വീഡിയോ ടേപ്പ്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് അത്, ഇത്രയുമാണ് ഇതിൽ പറഞ്ഞത്. ഇനി എ പ്രിലിമിനറി ഇന്റർവ്യൂ ഷുഡ് ബി someone who encouraged confidence, is sincerely interested in people, has a reasonably reliable judgment when it comes to judging applicants. നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല കോൺഫിഡൻസ് വേണം. ഒരു വ്യക്തിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കണം, വ്യക്തികളോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കണം. റിയലബിൾ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. Apart from the qualities, ഈ ക്വാളിറ്റീസ് കൂടാതെ ഇന്റർവ്യൂ ഷുഡ് ബി പൊളൈറ്റ്, നല്ല സ്നേഹത്തോടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഭയങ്കര റൂഡും ഇംപേഷ്യന്റും ഇംപൊളൈറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് ഇന്റർവ്യൂവിൽ തന്നെ പിന്നെ പോകാൻ പേടിയായിരിക്കും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇന്റർവ്യൂ ചെയ്യുന്നത്. He and she should not look impatient or impolite. Impatient ആവാനും പാടില്ല, impolite ആവാനും പാടില്ല. ഇനി preliminary interview are also known as എന്താണ്, courtesy interview എന്ന് വെച്ചാൽ preliminary ഇന്റർവ്യൂവിന് മറ്റൊരു പേരും കൂടി നമ്മൾ എന്ത് പറയുന്നുണ്ട്, courtesy interviews എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മര്യാദ, courtesy മീനിങ് എന്ന് വെച്ചാൽ മര്യാദയാണ്. അപ്പൊ ഇന്റർവ്യൂ നല്ല മര്യാദയോടെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള മീനിങ് ആണ് courtesy interview എന്നും കൂടി എന്ത് പറയുന്നത്, preliminary interview എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് റീഡ് ചെയ്തേ ഈ 3 പാരഗ്രാഫ്.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ പ്രീമെന്റൽ ഇന്റർവ്യൂ എന്താണോ? റീഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈകിട്ടാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.